ഹേയ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ദഹി മസാലയാണ് കേട്ടോ. ബിന്ദി ദഹി മസാലയാണ്. നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫുൾ വീഡിയോ ഇത് കണ്ടു നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈവൻ കേരളത്തിൽ അത്ര ഫേമസ് അല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതേപോലെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക വേണം. മെയിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്കാണ്. വെണ്ടയ്ക്ക ഈ ഒരു വലുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനെ ഈ ഒരു ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മസാല കൂട്ടൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കഷ്ണം മുറിക്കണ്ട, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മളത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഈ ഒരു ഉള്ളി ഉണ്ടോ, ഈ ഒരൊറ്റൊരു ഉള്ളി ഞാൻ ഇതേപോലെ രണ്ട് ഭാഗമാക്കുന്നുണ്ട്, ഹാഫ് ആക്കുന്നുണ്ട്. ഹാഫ് ഭാഗം ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് അതിൻ്റെ ഹാഫ് ഭാഗം ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു തക്കാളി വെച്ചത് കണ്ടോ, ഈ തക്കാളിയും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. തക്കാളി ഹാഫ് ഞാൻ ഒരു തക്കാളിയുടെ ഹാഫ് ഞാൻ അരച്ചെടുക്കാനും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഹാഫ് ഞാൻ ഉള്ളിയുടെ കൂടെ ഒന്ന് നമ്മുടെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്ന കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാഫ് ഞാൻ ഇതേപോലെ ചോപ്പറിൽ വെച്ചിരുന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഉള്ളിയും ഹാഫ് പോർഷൻ ഉള്ളിയും ഹാഫ് പോർഷൻ തക്കാളിയും ഉണ്ട് കേട്ടോ. അത് ചതച്ചെടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഉള്ളിയും ബാക്കിയുള്ള തക്കാളിയും കൂടി ഞാനൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേസ്റ്റ് ആക്കുന്ന ഐറ്റം നല്ല ക്രീമി ആയിട്ടിരിക്കും അല്ലേ, അത് നന്നായിട്ട് തിക്കാവും. നമ്മുടെ കറി, നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഉള്ളീൻ്റെ ആ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചതച്ചെടുത്തിട്ടുള്ളത്. മീൻസ് ഒന്ന് എന്താ പറയുക, ചോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലല്ലേ, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി വീണ്ടും ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ചേ എടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതിന് നല്ല എരിവുണ്ട്, അപ്പോൾ അത് കാരണം കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറില്ലേ, അതാണ് കേട്ടോ ലാസ്റ്റ് മൂന്നാമതായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയിലല്ലേ, അതിൻ്റെ പകുതി ഞാൻ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശരിക്കും വേണ്ടത് ഉലുവയാണ്. ഈ ഉലുവയല്ല വേണ്ടത്, ഉലുവ മുളപ്പിച്ചതില്ലേ, ഉലുവ ലീഫ്, അതാണ് നമുക്ക് വേണ്ടത്. കസ്തൂരി മേത്തി എന്ന് പറയുന്ന സാധനമില്ല, അതാണ് വേണ്ടത്. ഞാൻ ഉലുവ മുഴുവനായിട്ടും ഉള്ളത് ഇട്ടിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ജീരകമാണ്, സാധാ നല്ല ജീരകമില്ലേ, അതിട്ടു. പിന്നെ ഇതേപോലെ തന്നെ പെരുംജീരകമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ഇട്ടിട്ട് അവിടെ വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, തൈരാണ് കേട്ടോ. നോർമൽ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന തൈരില്ലേ, ഞാനിവിടെ മിൽമേൻ നോർമലായിട്ടുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോട്ടീനൊക്കെ ഉള്ള സാധനം വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. ആ മുളക് പൊടി, തൈര് എല്ലാം ചുവപ്പ്, മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച എല്ലാ കളറും ഉണ്ടല്ലേ. ഓക്കെ, ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ തൈരിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നേരത്തെ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഓൾറെഡി വീട്ടിൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമ്മളത് ചേർക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നോക്കുകയും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റും കൂടി ഉപ്പ് ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചേർത്തിട്ടുള്ളൂ, നമുക്ക് ആവശ്യമുണ്ട്, അത് ഇനിയും വേണം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം.
ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം അടച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ആദ്യമേ എല്ലാ സാധനം എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കുക, അല്ലെങ്കിൽ തിരഞ്ഞ് നടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം ഞാനതങ്ങനെ വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളി തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കാവാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല എന്താ പറയുക, ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഗ്രേവി കണ്ടിട്ടുണ്ടോ, അതിൽ നമ്മൾ കഴിക്കാനുള്ള പീസസൊക്കെ കുറവായിരിക്കും. മീൻസ് ഉള്ളി തക്കാളി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് അധികം കിട്ടില്ല. അതേപോലെ അവർ കൊണ്ടുതരുന്ന ആ കറിക്ക് നല്ല തിക്കായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്, ഇവരെല്ലാ സാധനങ്ങളും മസാല ചേർത്തതിന് ശേഷം അവരന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും, എന്നിട്ടാണ് കറി വയ്ക്കുക. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല തിക്കായിട്ടുള്ള കറി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇല്ലേ, ലേഡി ഫിംഗർ, അത് ആ വെളിച്ചെണ്ണയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. കരിഞ്ഞു പോവാതെ ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മീൻസ് ഒന്ന് പൊരിച്ചെടുക്കുക, വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇല്ലേ, ഉപ്പ് ചേർക്കുമ്പോൾ നോക്കുക, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഉപ്പുണ്ടായിരുന്നു. പിന്നെ അതേപോലെ വീണ്ടും നമ്മളത് മസാലയിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഓവറായി പോകാതെ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായി സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് ഞാൻ വറുത്ത് കോരി മാറ്റുകയാണ്. ഓയിലില്ലാതെ വെണ്ടയ്ക്ക മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഒരു മിക്സിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയിലും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുപ്പ് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം കണ്ടോ, വളരെ കുറച്ചേ ഉള്ളൂ, അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട്. അത് കരിയാതെ ഒന്ന് നോക്കുക കേട്ടോ. ഇനി സിമ്മിൽ മാത്രം ഇനി അങ്ങോട്ടേക്കുള്ള കുക്കിംഗ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ആ ഒരു ഉള്ളീൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടണം എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അരച്ച് ചേർക്കാം. ഇനി അരയ്ക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചേർക്കാം. എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, ടേസ്റ്റാണ് എങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിലും. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് നമ്മൾ നേരത്തെ തൈരിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കിയല്ലോ, അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തത് മിസ്സായി പോയിട്ട് ഗൈസ്, സോറി. ഓക്കെ, ഇപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഉള്ളിയിലേക്കും ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇനി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഉപ്പ് പെർഫെക്റ്റാണ്, ഇനി ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, സൈഡിൽ ആ തിളയ്ക്കുന്നത് മൊത്തം അതിലുള്ള വെള്ളത്തിൻ്റെ അംശമാണ്. അത് മൊത്തം ഒന്ന് തിളച്ച് പോയതിന് ശേഷം അതൊന്ന് തിക്കാവും കേട്ടോ. അപ്പം ബാക്കി ഞാൻ ബാലൻസ് ആയിട്ട് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടി പിടിച്ച് പോകാൻ വേണ്ടി പാടില്ല. തൈര് ആഡ് ചെയ്തതാണ്, അടി പിടിക്കരുത്. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൂടി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മുടെ ദഹി മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒരുപാടുണ്ടായിരുന്നു അല്ലേ ക്വാണ്ടിറ്റി. ഇപ്പം കണ്ടോ, അത് വളരെ കുറവായി. അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യമേ ഒഴിച്ചിട്ടുള്ള ആ ഓയിലൊക്കെ മേലെ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, ഇനി ഇത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഒരു തിള വരുന്നില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ബിന്ദി ദഹി മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, വെണ്ടയ്ക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. തൈരിൻ്റെ ആ ഒരു പൊടിയും നമ്മുടെ മസാലക്കൂട്ടും ഒക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.